ഹലോ എവ്രിവൺ, ടെക് പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഓപ്പറേറ്റർ ഇൻ കേരള വാട്ടർ അതോറിറ്റി എക്സാം തീയതി പുറത്തു വന്നിട്ടുണ്ട്. സോ ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ ഡീറ്റെയിൽസും കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ 735/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 27,200 രൂപ മുതൽ 73,600 രൂപ വരെ സ്കെയിൽ ഓഫ് പേ ലഭിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ആപ്ലിക്കബിൾ ആണ്. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ശ്രദ്ധിക്കുക. 19,335 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഡേറ്റ് ഓഫ് എക്സാം 14/8/2026 ആണ്. ശ്രദ്ധിക്കുക, 2026 ഓഗസ്റ്റ് 14 പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി 11/6/2026 ആണ്. അതും ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് സിലബസിന്റെ പ്രധാനപ്പെട്ട സിലബസ് ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും 14 ഭാഗങ്ങളിൽ നിന്നാണ് സിലബസ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഈ ഒരു ടോപ്പിക്കിനാണ്. 15 മാർക്കിന്റെ വെയിറ്റേജിനാണ് ഇലക്ട്രിസിറ്റി ഫണ്ടമെന്റൽസ് എന്നുള്ളത്. അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം 5 മാർക്ക്. ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം 5 മാർക്ക്. മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 5 മാർക്ക്. സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ 5 മാർക്ക്. വയറിംഗ് ആക്സസറീസ് 5 മാർക്ക്. ഡി സി മെഷീൻസ് 5 മാർക്ക്. എ സി മെഷീൻസ് 5 മാർക്ക്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. പവർ ഇലക്ട്രോണിക്സ് 5 മാർക്ക്. അതിനുശേഷം പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് 10 മാർക്ക്. ഐ സി എൻജിൻസ് 10 മാർക്ക്. പവർ ട്രാൻസ്മിഷൻ 10 മാർക്ക്. ഫ്ലൂയിഡ് വാൽവ്സ് 10 മാർക്ക്. ഇങ്ങനെ ആകെ 100 മാർക്കിന്റെ OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എത്രത്തോളമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള കോമ്പറ്റീഷൻ ലെവൽ എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 19,335 ആപ്ലിക്കൻസ് ആണ്. ഓക്കെ, അതിൽ OMR എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഏകദേശം 14,000 കാൻഡിഡേറ്റ്സ് ആയിരിക്കും. കാരണം കൺഫർമേഷൻ തന്നെ ഇത്രയും കാൻഡിഡേറ്റ്സ് കൊടുക്കില്ല. അപ്ലൈ ചെയ്യുന്ന അത്രയും കാൻഡിഡേറ്റ്സ് തന്നെ ഒരുപക്ഷെ കൺഫർമേഷൻ കൊടുക്കുന്ന എണ്ണം അതിനേക്കാൾ വളരെ കുറവായിരിക്കും. ഇനി കൺഫർമേഷൻ കൊടുക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും OMR എക്സാമിന് അപ്പിയർ ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ എണ്ണം അതിലും കുറവായിരിക്കും. സോ ഇതൊരു ഏകദേശം സാധാരണ എല്ലാ PSC എക്സാമുകളുടെയും ഒരു ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു പാറ്റേൺ ആയിരിക്കും എല്ലാ എക്സാമിനും സാധാരണ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ 14,000 പേരോടല്ല നമ്മൾ ശരിക്കും മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയാണോ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് കൂടുതൽ നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. നമുക്ക് ആ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഏകദേശം 6,000 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫുൾ സിലബസും റിവിഷനും കവർ ചെയ്ത് വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഏകദേശം 3,000-ഓളം കാൻഡിഡേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഏകദേശം ഒരു കണക്ക് പ്രകാരം. ഇനി അടുത്തത് ഫുൾ സിലബസും റിവിഷനും മോക്ക് ടെസ്റ്റും കൂടെ കവർ ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകളെല്ലാം ഇതിനൊരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്നാ പറയുക. ഓക്കെ, അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഏകദേശം 2,000-ഓളമാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റും ഒരു ക്വാളിറ്റി മോക്ക് ടെസ്റ്റും അതോടൊപ്പം ഒരു റൈറ്റ് മെന്റർഷിപ്പും കിട്ടി വരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അതിലും കുറവായിരിക്കും. സോ നമ്മൾ ശരിക്കും മത്സരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ 500 മുതൽ 2,000 വരെ വരുന്ന ഈ ഒരു കാൻഡിഡേറ്റ്സ് ആയിരിക്കും ശരിക്കും നമ്മളെ മത്സരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സ്ട്രേറ്റ്. ഇനി നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് നമ്മൾ പറഞ്ഞു. എന്നാലും ഏകദേശം 500-ഓളം അഡ്വൈസുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്.
അപ്പോൾ കൃത്യമായിട്ട് ഉള്ളൊരു കോച്ചിങ്ങിലൂടെ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജോലി കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് സഹായിക്കാൻ PSC ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള അതിവിദഗ്ധരായ അധ്യാപകരാണ് ഇപ്രാവശ്യവും ക്ലാസ്സുകൾ നയിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് ആയും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും അവസരങ്ങൾ ഉണ്ടാവും. ഇത് എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയാണ്. അതോടൊപ്പം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ടും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെയും വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.